നമുക്കുള്ള രക്ഷയുടെ ഏറ്റവും വലിയ അടയാളം കുരിശടയാളമാണ്. കുരിശിൽ ഈശോ നേടിയ രക്ഷ, കുരിശിലെ ബലി. നമുക്കറിയാം, നമ്മളുടെ പ്രാർത്ഥനയിലെല്ലാം നമ്മൾ എന്തുമാത്രമാണ് കുരിശ് വരച്ച് ആരംഭിക്കുന്നത്, നെറ്റി കുരിശ് വരയ്ക്കുന്നത്. അങ്ങനെ ശുശ്രൂഷയിൽ കുരിശിൻ്റെ അടയാളത്തിന് ആശീർവാദം എന്ന് മാത്രമാണ്. കുർബാനകളിൽ, മറ്റ് പൊതുവ പ്രാർത്ഥനകളിൽ കുദാശ പരികർമ്മം ചെയ്യുമ്പോൾ ആശീർവാദം, കുരിശിൻ്റെ അടയാളം വരച്ചുകൊണ്ട് അങ്ങനെ തൈലം പൂശിയൊക്കെ, അങ്ങനെ രോഗിലേപനത്തിന് സൈത്ത് പൂശുന്ന കുരിശടയാളം എല്ലാം കുരിശിൻ്റെ അടയാളം നമ്മളിങ്ങനെ ആംഗ്യരൂപത്തിലും നമ്മുടെ മേൽ വരച്ചും, പിന്നെ ക്രൂശിത രൂപങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. കുരിശ് രൂപം, കുരിശ് അടയാളം. അങ്ങനെ തന്നെ നമ്മുടെ ഭവനങ്ങളിലെല്ലാം നമ്മൾ കുരിശടയാളം, ക്രൂശിത രൂപങ്ങൾ സൂക്ഷിക്കണം. കുരിശ് അതിൽ തന്നെ പവർഫുള്ളാണ്. ക്രൂശിതനുള്ള രൂപവും വളരെ പവർഫുള്ളാണ്. പൗലോസ് അപ്പോസ്തലൻ കുരിശിനെക്കുറിച്ച് പറയുമ്പം ക്രൂശിതനായ ഈശോയെ പ്രഘോഷിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഞങ്ങളാകട്ടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നെടുത്ത് പറയുകയാണ്. നമ്മൾ സഭയിൽ മർത്തോമ കുരിശും മറ്റു കുരിശുകളൊക്കെ ഉണ്ട്. അതെല്ലാം മനോഹരമാണ്. ഈശോയുടെ പ്രതീകമാണ് മർത്തോമ കുരിശ്. നമുക്കറിയാം, ഈശോയുടെ കുരിശിലോ ഇല്ലാത്ത കുരിശ്, അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്ന ചിത്രീകരണത്തിലൊക്കെ അത് വളരെ മനോഹരമായിട്ട് നമ്മൾ സഭയുടെ അടയാളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും ആ കുരിശിനെ കുരിശാക്കിയത് ക്രൂശിതനാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇതേപ്പറ്റി പഠിപ്പിക്കുമ്പോൾ യഹൂദർക്ക് ഇടർച്ചയും വിജാതിർക്ക് ഭോഷത്വമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു എന്ന് പറയുകയാണ്. കുരിശിനെ പ്രസംഗിക്കുന്നു, അല്ല ക്രൂശിതനായ ഈശോയെ പ്രസംഗിക്കുന്നു. അതേ അധ്യായം തന്നെ 1 കൊരിന്തോസ് 1:23 വാക്യമാണ് അച്ഛൻ വായിച്ചത്. അതേ ലേഖനം തന്നെ 1 കൊരിന്തോസ് 2:2 വാക്യത്തിൽ, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായതിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതിൽ ഞാൻ തീരുമാനിച്ചു. ക്രൂശിതനായ ഈശോയിലേക്ക് ഉള്ളു കേന്ദ്രീകരിച്ച് നിൽക്കുന്ന പഠിപ്പിക്കുന്ന പൗലോസ് അപ്പോസ്തലനാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പെരുമാറുന്ന സ്ഥലത്ത്, നമ്മുടെ വീടുകളിൽ, നമ്മുടെ മുറികളിലൊക്കെ നമ്മൾ ക്രൂശിത രൂപങ്ങൾ ഉപയോഗിക്കണം. അത് നമ്മുടെ നിരന്തര ഉപയോഗ വിശുദ്ധ വസ്തുവായിട്ട് മാറണം. നമ്മുടെ ജപമാലയിൽ ക്രൂശിത രൂപം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, നമുക്കറിയാം. ജപമാലയിൽ അങ്ങനെ നമ്മുടെ ദേവാലയങ്ങളൊക്കെ നമ്മൾ പടുത്തുയർത്തുമ്പോൾ വളരെ പ്രകടമായ രീതിയിൽ നമ്മൾ കുരിശിൻ്റെ അടയാളവൃത്തിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കുരിശിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശോയുടെ കുരിശിലെ ബലിയുടെ കരുത്ത് അവിടെ നമ്മൾ ചിന്തിക്കുന്നത്. ഒപ്പം നമുക്കറിയാം അടയാളങ്ങൾ, കഴിഞ്ഞ സൃഷ്ടി പറയുകയാണ് വിശുദ്ധ അടയാളങ്ങൾ. ഈശോയുടെ കുരിശിലെ ബലിയെ ഇവിടെ സഹകരിച്ച് ഉള്ള മറ്റു കാര്യങ്ങൾ, പരിശുദ്ധാത്മാവ് നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു. ഈശോയുടെ ബലിയെ സൂചിപ്പിക്കുന്ന അപ്പവും മീഞ്ഞും കാസ, അതുപോലെ തന്നെ അതിനെ വീണ്ടും പരോക്ഷമായിട്ട് സൂചിപ്പിക്കുന്ന ഗോതമ്പ് കതിരും മുന്തിരിയും, പിന്നെ ഈശോയുടെ ബലി കുഞ്ഞാട്, പെസഹ കുഞ്ഞാട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ ഈശോയുടെ ബലിയിലേക്ക് ചേർന്ന് ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയം വരിച്ച വിശുദ്ധരുടെ ജീവിതങ്ങൾ, പരിശുദ്ധ അമ്മ മുതൽ അപ്പോസ്തലന്മാർ മുതൽ ഇങ്ങോട്ട് വലിയ സമൂഹം, അവിടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ, അടയാളങ്ങൾ, ചിത്രങ്ങൾ, അവിടെ മഹത്വത്തിൻ്റെ സൂചനകൾ വരുന്ന ഏത് കാര്യവും, ഒപ്പം ദൈവത്തോട് ചേർന്ന് സ്വർഗത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മലാഖ വൃന്ദങ്ങൾ, മലാഖമാരുടെ മേഖലകൾ, അങ്ങനെയൊക്കെയുള്ള ആ ഈശോയോട് ചേർന്ന് ഈശോ വഴി വെളിപ്പെട്ട പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര പ്രവൃത്തിയോട് ചേർന്ന് വരുന്ന ഏത് കാര്യത്തിൻ്റെയും അടയാളങ്ങളും സൂചനകളും നമുക്ക് സംരക്ഷണമാണ്, കരുത്താണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. നേരത്തെ ഈ സൃഷ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കുരിശടയാളം വരയ്ക്കുമ്പോൾ കുടിക്കാനുള്ള വെള്ളത്തിന് വരുന്ന മാറ്റം, പരിശുദ്ധ അരുവി വിളിച്ചു പറയുന്നത്. ബഹിഷ്കരണ ശുശ്രൂഷയുടെ നടുവിൽ പലപ്പോഴും വെള്ളം കുടിക്കാൻ കൊടുക്കേണ്ടി വരും. ഈ പോരാട്ടത്തിൻ്റെ വേദിയായിരിക്കുന്ന ശരീരം ഉള്ള വ്യക്തി, പ്രശസ്തമായ വ്യക്തി ഭയങ്കരമായിട്ട് ഞെരുങ്ങിയിട്ട് ദാഹിച്ച് വെള്ളം ചോദിക്കുക ഇടയ്ക്കിടയ്ക്കല്ല. അപ്പോൾ വെള്ളം കൊടുക്കുമ്പോഴെല്ലാം അതൊന്ന് കുരിശടയാളം വരച്ചിട്ടേ കൊടുക്കുള്ളൂ, അല്ലെ വിശുദ്ധ ജലം കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ ആവർത്തിച്ച് ഈ നാടുകൾ വീണ്ടും ഞാൻ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ആ മേഖലയുള്ള ശുശ്രൂഷ വ്യാപരിക്കുന്ന ആൾക്കാർക്ക് എല്ലാ അനുഭവമുള്ള കാര്യമാണ്. ഒരു കുരിശിൻ്റെ അടയാളം വരച്ച് കഴിയുമ്പോൾ ആ വെള്ളത്തിൽ വരുന്ന മാറ്റം, ഈ അരുവികൾ വിളിച്ച് പറയുന്നത് ഇത് രക്തമാണ്, ഇത് ചോരയാണ്, ഇത് കുടിക്കാൻ മേലായെന്നാണ്. അവരത് തുപ്പിക്കളയും, അല്ലെങ്കിൽ വടിച്ച് ഇങ്ങനെ വയലിലേക്ക് ഒഴിച്ച് വെള്ളം തുപ്പിയിട്ട് വടിച്ച് കളഞ്ഞിട്ട് ചോര എന്ന് പറഞ്ഞ് അസ്വസ്ഥത കാണിക്കും. അതല്ല, അറിഞ്ഞുകൊണ്ട് ദാഹിച്ചിട്ട് ഈ വ്യക്തി വെള്ളം ഇറക്കാൻ നോക്കിയാൽ അത് തൊണ്ടയിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കാതെ ഇങ്ങനെ അരൂപി അതിനെ തടച്ചു വെച്ചിട്ട് തൊണ്ടയിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിന്നിട്ട് ഈ വ്യക്തികൾ ഇങ്ങനെ ശ്വാസം മുട്ടുന്ന പോലെ കിടന്ന് പൊളയുന്ന സംഭവങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്.
അത് പിന്നെ കുരിശ് വരച്ച് തൊണ്ടയിൽ കുരിശ് വരച്ച് ഉത്തരവാദിത്തപ്പെട്ട അടുത്തിരുന്നുകൊണ്ട് കുരിശ് വരച്ച് കൊടുത്ത് പ്രാർത്ഥിച്ച് കൊടുത്ത് സമയമെടുത്താണ് ഒരു കവിൾ വെള്ളമൊന്ന് ഇറക്കാൻ പറ്റുക പൈശാചിക ആവാസമുള്ള വ്യക്തിയിലേക്ക്. ഈ കുരിശൻ്റെ അടയാളം വരച്ച വെള്ളം, പതിഞ്ഞ വെള്ളം, അത്രമാത്രം പവറുണ്ട് ഒരു കുരിശൻ്റെ അടയാളത്തിന് എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം തൻ്റെ പ്രബോധനങ്ങളിൽ ഈ കുരിശിനെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ പങ്കുവെക്കുന്നത് കാണാനായിട്ട് പറ്റും. ക്രിസോസ്റ്റം പിതാവ് ഇൻസ്ട്രക്ഷൻസ് ടു കാറ്റക്യൂമൻസ്, മാമോസ മുങ്ങുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അർത്തികൾക്കുള്ള ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് എഴുതുമ്പോൾ അതിൽ അദ്ദേഹം കുരിശൻ്റെ സംരക്ഷണ മുദ്രയെക്കുറിച്ച് പറയുകയാണ്. എപ്പോഴൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നോ അപ്പോഴെല്ലാം ഈ കുരിശൻ്റെ സംരക്ഷണം എടുത്തുകൊണ്ടേ പോകാവൂ എന്നദ്ദേഹം പഠിപ്പിക്കുകയാണ്. നമ്മളിത് ജോൺ ക്രിസോസ്റ്റം പിതാവിൻ്റെ അനേക പ്രബോധനങ്ങൾ സഭാപിതാക്കന്മാർ അത് മുതൽ ഇതുവരെയും ഇന്നത്തെ ദൈവശാസ്ത്രജ്ഞന്മാരെല്ലാം ശക്തമായിട്ടും ആവർത്തിച്ചും ഉപയോഗിക്കുന്നതാണ്. അത്ര ആധികാരികതയുള്ള ഒരു സഭാപിതാവാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം. പക്ഷെ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന ഈ ഒരു മേഖലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. ഇവിടെ അദ്ദേഹം പറയുകയാണ്, ജസ്റ്റ് ആസ് വിത്തൗട്ട് സാൻഡൽസ് ആൻഡ് ക്ലോക്ക് നോ വൺ ഓഫ് യു വുഡ് ചൂസ് ടു ഗോ ഡൗൺ ടു ദ മാർക്കറ്റ് പ്ലേസ്. നിങ്ങൾ ചെരുപ്പ് കാലിലിടാതെ അല്ലെങ്കിൽ ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വസ്ത്രം ധരിക്കാതെ നിങ്ങൾ ആരും വീട് വിട്ട് പുറത്തേക്ക് ഒരു യാത്രയ്ക്ക് പോവുകയില്ലല്ലോ. സോ വിത്തൗട്ട് ദിസ് വേർഡ് നെവർ എൻ്റർ ദ മാർക്കറ്റ് പ്ലേസ്. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ഈ കുരിശൻ്റെ സംരക്ഷണം എടുക്കുന്ന ഒരു പ്രാർത്ഥനാ വാക്ക് ഉരുവിടാതെ നിങ്ങൾ വീട് വിട്ട് എങ്ങോട്ടും പോകരുത്. ബട്ട് വെൻ thou art about to pass over the threshold of the gateway, say this word first. അവിടെ നിങ്ങൾ ഗേറ്റ് വിട്ട് പുറത്തേക്ക് നിങ്ങളുടെ വാതിൽ വിട്ട് വീടിൻ്റെ വാതിൽ കടന്ന് അല്ലെങ്കിൽ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ പറയുക. I leave thy ranks, Satan, and thy pomp and thy service, and I join the ranks of Christ. മാമോദീസയിൽ വിശ്വാസികൾ കടന്നു വരുമ്പം ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ, അതാണ് ഇവിടെ പരോക്ഷമായിട്ട് പിതാവ് സൂചിപ്പിച്ചിട്ട് നിങ്ങൾ ഈ മാമോസ മുങ്ങാനായിട്ട് വരും മാത്രമല്ല, നിങ്ങൾ എന്നും നിങ്ങളുടെ ജീവിതത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു യാത്രയ്ക്ക് ഇറങ്ങുന്ന നിങ്ങളുടെ വീട് സംരക്ഷണമുള്ള സ്ഥലമാണ്. കാരണം ഇത് പണിത് വൈദ്യൻ വന്ന് ആശീർവദിച്ച് വെഞ്ചരിച്ച് വിശുദ്ധീകരിച്ച ഒരു ഭവനമാണ് നിങ്ങളുടെ താമസിക്കുന്നിടത്ത്. അവിടെ നിങ്ങൾക്ക് സംരക്ഷണമുണ്ട്. ദൈവികമായ അടയാളങ്ങൾ സാന്നിധ്യത്തിൽ നിറച്ച് നിങ്ങൾ സംരക്ഷണമാണ് അവിടെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പം 1 യോഹന്നാൻ 5 നമ്മൾ വായിക്കുന്നുണ്ട് 17-18 വാക്യങ്ങളിൽ ഈ ലോകം മുഴുവൻ ദുഷ്ടശക്തി വലയത്തിലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ശക്തി വലയം ശക്തിയുടെ സ്വാധീനം നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിലേക്ക് ഇറങ്ങുമ്പം നിങ്ങൾക്ക് സംരക്ഷണം ഉണ്ടായിരിക്കണം. അപ്പോൾ കുരിശ് വരയ്ക്കാതെ പുറത്തേക്ക് ഇറങ്ങരുത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഈ വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. സാത്താനെ നിന്നെയും നിൻ്റെ സൈന്യത്തെയും നിൻ്റെ സകല പ്രേരണകളെയും സഹായങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. എനിക്ക് നിന്നെ വേണ്ട, നിന്നെ വരാൻ പാടില്ല. ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നു, ക്രിസ്തുവിൻ്റെ സൈന്യത്തോട് ചേർന്ന് നിൽക്കുന്നു. ആൻഡ് നെവർ ഗോ ഫോർത്ത് വിത്തൗട്ട് ദിസ് വേർഡ്. ഇത് പറയാതെ നിങ്ങൾ ഒരിക്കലും പുറത്ത് ഇറങ്ങരുത്. അത് ജോൺ ക്രിസോസ്റ്റം പറയുന്നത്. പിന്നെ തുടരുകയാണ്, ദിസ് ഷാൽ ബി എ സ്റ്റാഫ് ടു ദീ. ഇത് നിങ്ങൾക്കൊരു വടി പോലെ, സംരക്ഷണ വടി. അന്നിപ്പോൾ നടന്നു പോകും, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വടി കയറി പിടിച്ചേക്ക് പോകുന്നു. നമുക്ക് ഇന്ന് യാത്രയുടെ രീതിയൊക്കെ വ്യത്യാസമുണ്ട് എങ്കിൽ പോലും ദിസ് ദൈൻ ആമ, ഇതൊരു വടി പോലെ, ഒരു ആയുധം പോലെ ആയിരിക്കും. ദിസ് ആൻ ഇംപ്രഗ്നബിൾ ഫോർട്രസ്, തകർക്കാൻ പറ്റാത്തൊരു കോട്ടയായി നിങ്ങൾക്ക് മാറും. ആൻഡ് അക്കമ്പനി ദിസ് വേർഡ് വിത്ത് ദ സൈൻ ഓഫ് ദി ക്രോസ് ഓൺ ദ ഫോർഹെഡ്. ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നെറ്റിയിൽ കുരിശ് വരയ്ക്കണം. ഈ സഭാപിതാവിൻ്റെ ഈ പാരമ്പര്യം നമ്മുടെയൊക്കെ നാട്ടിൽ പഴയ കാരണവന്മാർ നല്ലപോലെ അന്നത്തെ കാലഘട്ടത്തിൽ ഉൾക്കൊണ്ടിട്ട് അവർ രൂപം കൊടുത്ത ഒരു സംരക്ഷണ പ്രാർത്ഥനയാണ് നമുക്കുള്ള വലിയ കുരിശടയാളമെന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്. വിശുദ്ധ കുരിശൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്ന് പറയുന്നത് ഏതൊരു കാര്യം ഗൗരവമായിട്ട് ആരംഭിക്കുമ്പോഴും നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ കാരണപ്പോൾ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. രാവിലെ ഉറക്കം തെളിഞ്ഞെണീറ്റ് വരുമ്പോഴേ ഈ വലിയ കുശലം പറയും. ഇതൊരു ഡെലിവറൻസ് പ്രാർത്ഥനയാണെന്നുള്ളത് നമുക്കറിയാം. ശത്രുക്കൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. കുരിശിൻ്റെ മുദ്ര 4 പ്രാവശ്യം നമ്മുടെ മേൽ തന്നെ പതിച്ചുകൊണ്ട് ഒരു സംരക്ഷണ കവചം നമ്മൾ എടുക്കുകയാണ്.
അത് രാവിലെ ഉണർന്ന് വരുമ്പോൾ, ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ, ഒരു യാത്രയ്ക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ രൂപത്തിൻ്റെ മുന്നേ ചെന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ കുരിശ് വരച്ചുകൊണ്ട് പോകുന്നു. കിടക്കാൻ നേരം അങ്ങനെ, പള്ളിയിൽ കയറുമ്പോൾ അങ്ങനെ, കുരിശ് വരയ്ക്കാൻ നേരത്ത് കുരിശ് വര സമാപിപ്പിക്കുമ്പോൾ അങ്ങനെ എല്ലാം ഈ കുരിശിൻ്റെ സംരക്ഷണ മുദ്ര പൈശാചികമായ അരൂപിയിൽ നിന്നുള്ള സംരക്ഷിതനായിട്ട് എടുക്കുന്നൊരു പാരമ്പര്യം നമുക്ക് നമ്മുടെ മലയാളക്കാരെ പ്രത്യേകിച്ചുകൊണ്ട്. ഒരു പക്ഷേ കേരളത്തിന് പുറത്ത് മറ്റ് ഭാഷകളിലോ സംസ്കാരങ്ങളോ അല്ലെങ്കിൽ വിശ്വാസ മേഖലകളിൽ ഇങ്ങനെ ഈ വലിയ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിക്കാൻ എനിക്ക് ഇട വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ പ്രത്യേകമായ പൈതൃകം തന്നെയാണ് നിൽക്കുന്നത്, മലയാളക്കാരുടെ പൈതൃകം തന്നെ കുരിശടയാളം. ഇത് ഈ ജോൺ ക്രിസോസ്റ്റം പിതാവ് പറയുകയാണ്, നിങ്ങൾ എപ്പോൾ പുറത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലും കുരിശ് സംരക്ഷണത്തിന് പോകാവുള്ളൂ. അക്കമ്പനി ദിസ് വേർഡ് വിത്ത് ദ സൈൻ ഓഫ് ദി ക്രോസ് ഓൺ ദൈ ഫോർഹെഡ്. നിങ്ങളുടെ നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ട് വേണം ഈ പ്രാർത്ഥന ചൊല്ലാൻ. For thus not only a man who meets you, but even the devil himself will be unable to hurt you at all when he sees thee with these weapons. ഈ ആയുധങ്ങളുമായിട്ട് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളെ പിശാചുക്കൾക്കോ അരൂപികൾക്കോ ഒരു മനുഷ്യർക്കോ ഉപദ്രവിക്കാൻ പറ്റുകയില്ലെന്ന് പിതാവ് പറയുകയാണ്. ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ പൈശാചിക അരൂപികൾ നമുക്കെതിരെ നിൽക്കുന്നുണ്ടാവും, നമുക്കെതിരെ ഉപദ്രവിക്കാൻ വേണ്ടി കണികൾ ഒരുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ധാരണ ഈ പിതാവ് പങ്കുവെക്കുന്നിടത്തുണ്ട്. അത് അവർ വിശ്വസിച്ച് അനുഭവിച്ചിരുന്ന കാര്യമാണ്, ബോധ്യപ്പെട്ടിരുന്ന കാര്യമാണ്. അത് വചനത്തിൽ നല്ലപോലെ തെളിച്ചു പറയുന്ന കാര്യമാണ്. ഒന്നാമത്തെ മാർപ്പാപ്പയ പത്രോസ് തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ശത്രുവായ പിശാച് ആര് വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് അറുന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നിട്ട് അവനെ ചേർത്ത് നിൽക്കണം. ഇത് ലോകം എങ്ങുമുള്ള നിങ്ങളുടെ എല്ലാ സഹോദരങ്ങളിൽ നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നൊരു സഹനമാണ്, ഒരു പോരാട്ടത്തിൻ്റെ ജാഗ്രതയുടെ ഉത്തരവാദിത്തമാണിത് എന്ന് 1 പത്രോസ് 5, 6, 7, 8 വായിക്കുകയാണ്. നമുക്കറിയാം. ഒന്നാമത്തെ മാർപ്പാപ്പ തെളിച്ച് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാനും അത് തന്നെ പറയുമ്പോൾ ലോകം ദുർശക്തി വലയത്തിലാണ്, പക്ഷെ നമ്മുടെ സത്യസ്വരൂപനിലാണ്, അതുകൊണ്ട് അവ നമ്മൾ ഉപദ്രവിക്കുകയില്ല. അങ്ങനെ വ്യക്തമായിട്ട് പിതാക്കന്മാർ പഠിപ്പിച്ചത്, ഇപ്പോൾ ജോൺ ക്രിസോസ്റ്റം പിതാവൊക്കെ പഠിച്ച കാര്യങ്ങൾ ഇന്ന് പക്ഷെ നമ്മൾ എത്ര ചുരുക്കമായിട്ട് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെ പിശാചുക്കളെ പറ്റി ഒന്നും ഓർക്കേണ്ട കാര്യമൊന്നുമില്ല, ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു ചിന്ത നമുക്ക് എങ്ങനെ എതിരെയും പോകാം. ഒരു പ്രാർത്ഥനയില്ലാതെ രാവിലെ എണീറ്റ് വരുന്നു, ഒരു പ്രാർത്ഥനയില്ലാതെ പോയി കിടക്കുന്നു. കുരിശടയാളം തന്നെ മേൽ തന്നെ വരച്ചുകൊണ്ട് സംരക്ഷണം എടുക്കാമെന്ന് പറഞ്ഞ് പലപ്പോഴും നമുക്കില്ല. പള്ളി ചെന്ന് കയറുമ്പോൾ തന്നെ പലപ്പോഴും വളരെ അശ്രദ്ധമായിട്ടത് കുമ്പിടുന്നു, അല്ലെ ആചാരം ചെയ്യുന്നു. ചിലപ്പോൾ അതുപോലും ഇല്ല. ഒരു മുട്ടുകുത്തി ആദരവോടെ വലിയ കുരിശടയാളം വരയ്ക്കുന്ന സംരക്ഷണം എടുക്കുന്ന രീതി നമുക്ക് തീരെ ഇല്ലെന്നായി പോയിട്ടുണ്ട്. പണ്ടൊക്കെ ഒത്തിരി പിശാചുക്കളുണ്ടായിരുന്നു, തിന്മയുടെ അരുവികൾ ചുറ്റും ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം തീർന്നു പോയി എന്നാണ് അതിനർത്ഥം. ഒരിക്കലുമല്ല. നമുക്കറിയാം, ഇന്ന് തിന്മയുടെ ആധിപത്യം ഒരുപാട് ഇരട്ടിയായിട്ട് ലോകത്തിന് വർദ്ധിച്ചിരിക്കുകയാണ്. എന്തുമാത്രം വിദ്വേഷമാണ് നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നത്, എന്തുമാത്രം ക്രൂരതയാണ് നമുക്ക് ചുറ്റും നമുക്ക് കാണുന്നത്, എന്തുമാത്രം രക്തച്ചൊരിച്ചിലാണ് ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു കൊലപാതക സംഭവമൊക്കെ പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വളരെ ചുരുക്കമാണ്. എവിടെയെങ്കിലും കള്ളു കുടിച്ചിട്ട് ആരെങ്കിലുമൊക്കെ ഒരു വഴക്കുണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ഒരു കൊലപാതകം ചിലപ്പോൾ സംഭവിച്ചെന്ന് കേൾക്കാം. അതല്ലാതെ നാട്ടിൽ ആരെങ്കിലും എവിടെയെങ്കിലും വെട്ടിക്കൊല്ലുന്നതോ അതൊന്നും കേൾക്കാനേ ഇല്ലായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കൊച്ചായിരിക്കുമ്പോൾ എല്ലാം പഞ്ചാബിൽ സിഖ് മേഖല അവിടെ സുവർണക്ഷേത്രത്തിലൊക്കെ ഉണ്ടായ ആക്രമണം, അത് ബന്ധപ്പെട്ട് കുറേ കൊലപാതകങ്ങളൊക്കെ അന്ന് അവിടെ അരങ്ങേറിയപ്പോൾ അതിൻ്റെ വാർത്തയൊക്കെ പേപ്പർ വരുമ്പോൾ അതൊക്കെ വായിച്ച് ഞാൻ അടങ്ങിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെയൊക്കെ കൊല്ലാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ എന്തൊരു വെടിവെപ്പും കൊലപാതകം എന്തൊക്കെയാണ്, അങ്ങനെ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഓരോ ദിവസവും പത്രത്തിലൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ വായിക്കുന്ന കൊലപാതകങ്ങൾ, ക്രൂരമായ അതിക്രമങ്ങൾ, എത്രയോ ഭീകരമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മുഴുവൻ പൈശാചികതയാണ്. പിശാച് കൊല്ലുന്നവനാണ്, കൊലപാതകം ആദ്യം മുതലേ. അപ്പം പണ്ടത്തേനേക്കാൾ എത്രയോ അധികമായിട്ട് നമ്മുടെ നാടും സമൂഹവും ദേശം മുഴുവനും തിന്മയുടെ പിടുത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ശേഷം ഞാൻ സൂചിപ്പിച്ചതുപോലെ നേരത്തെയൊക്കെ പണ്ടൊക്കെ ഈശോ മത്തായി 13 പറയുന്ന പോലെ, കളകൾ പറയുന്ന പോലെ രാത്രിയിൽ ഉറക്കമായപ്പോൾ, ആളുകൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് കള വിതച്ചു. പക്ഷെ അന്ന് ഗൂഢമായിട്ട് പണ്ട് സാത്താൻ്റെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചെയ്യുകയാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് പരസ്യമായിട്ട് ഇറങ്ങി ആഘോഷമായിട്ട് മീഡിയയിലൊക്കെ എന്തുമാത്രമാണ് സാത്താൻ്റെ പേര് പറഞ്ഞ് തന്നെ പല വ്യക്തികളും കമ്പനികളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഞങ്ങൾ സാത്താനെ സേവിക്കുന്നവർ, അവൻ്റെ സഹായം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് കമ്പനികൾ തന്നെ അവരുടെ ആദായത്തിന് നല്ലൊരു പങ്ക് സാത്താൻ കാര്യത്തിന് മാറ്റിവെച്ചും സാത്താൻ്റെ കാര്യങ്ങൾ പരസ്യമായിട്ട് മീഡിയയിലൊക്കെ അവതരിപ്പിച്ചും അതിലേക്ക് കുഞ്ഞുങ്ങളെപ്പോലും കാണുകയുണ്ടായി. അങ്ങനെ പോകുന്നൊരു അന്തരീക്ഷ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ കുരിശിൻ്റെ
സംരക്ഷണ മുദ്ര നമുക്ക് എന്തുമാത്രം ഒഴിവാക്കാൻ പറ്റുകയില്ലാത്തതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കുരിശൻ്റെ മുദ്ര നമുക്കിതേപ്പറ്റി കുറച്ചുകൂടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കുരിശൻ്റെ മുദ്ര എടുക്കുന്നതിനെക്കുറിച്ച് നമുക്ക് വരും സെഷൻ അതേപ്പറ്റി ചിന്തിക്കാം. ഈ വലിയ കുരിശടയാളത്തിൻ്റെ കരുത്ത് നമ്മുടെ ഉള്ളിൽ നന്നായിട്ട് പതിഞ്ഞിരിക്കട്ടെ. കുരിശടയാളം, ക്രൂശിത രൂപങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ വേണം. ചെറിയ കുരിശ രൂപങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷൻ കാണുകയുണ്ടായി. എഫ്രാസ്യാമ്മ തൻ്റെ കുറിയുടെ കഥകിൻ്റെ അകത്ത് മാതാവ് ചിത്രം ഒട്ടിച്ചപ്പോൾ തന്നെ പിശാചുക്കൾക്ക് കഥക തൊടാൻ പറ്റാതെ വന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ മുറികളിൽ, വീടുകളിൽ ക്രൂശിത രൂപങ്ങൾ, ചെറിയ ക്രൂശിത രൂപങ്ങൾ എല്ലാം അവരുടെ കാതരവിടെ വെച്ചാൽ, വിശുദ്ധ ചിത്രങ്ങൾ വെച്ചാൽ അത് എന്തുമാത്രം എത്ര വലിയ കരുത്തായ സംരക്ഷണമാണ് നമുക്ക് തരിക. ഈ ഒരു ബോധ്യം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും സഹായ സംരക്ഷണവും സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.